ഒടുവിലും ആ വൈറലായ മാമ്പഴ പുളിശ്ശേരി ഞാനും ഉണ്ടാക്കി കേട്ടോ. ഏതെന്നല്ലേ, നമ്മുടെ ഊർമിള ഉണ്ണിയുടെ വൈറലായിട്ടുള്ള കോവിലകം മാമ്പഴ പുളിശ്ശേരി. സംഭവം ഒന്നൊന്നര ഐറ്റമാണ് കേട്ടോ. എല്ലാവർക്കും മൾസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. കോവിലകം മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ 2 മാമ്പഴം എടുത്തിട്ടുണ്ട്. ചെറിയ രീതിക്ക് പുളിയൊക്കെയുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് രണ്ടും ഒന്ന് കഴുകി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാവേ. മൺചട്ടിയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. എന്നിട്ട് നമുക്ക് ആ മാമ്പഴം വേവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. ഉപ്പൊന്നും ഈ സമയം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പം നമുക്കിതൊന്ന് വെന്ത് വരട്ടെ. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാമ്പഴമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ വെച്ച് കൊടുത്ത വെള്ളം ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര പാനി കൂടെ ഒഴിച്ചു കൊടുക്കാവേ. ഈ ശർക്കര പാനി ഒഴിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മുടെ മാമ്പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ മാമ്പഴം. അപ്പം നിങ്ങൾ അതൊന്ന് ചെയ്യണമെന്നില്ല. എന്നിട്ട് നമുക്കിതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യും കൂടെ ഇട്ടിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ നെയ്യുടെയും ശർക്കരയുടെയും കൂടെ ഒരു സമയത്തുണ്ടല്ലോ ആ ശർക്കരയുടെയും നെയ്യുടെയും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു മണം വരുന്നു. അപ്പം നമുക്കിതൊന്ന് വറ്റി വരുന്നത് വരെ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് തേങ്ങയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുറച്ച് തൈരും കൂടെ ഒരുമിച്ച് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം കേട്ടോ. സാധാരണ പുളിശ്ശേരിക്ക് നമ്മൾ ചേർക്കുന്ന ഉള്ളിയും ജീരകവും ഒന്നും ഇതിന് ചേർക്കേണ്ട. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കുക. അപ്പോഴത്തേക്കും എന്താ നമ്മുടെ ശർക്കര പാനിയൊക്കെ കുറുകി ആ മാമ്പഴം ഒന്നുകൂടെ ഒന്ന് വെന്ത് കലങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ അരപ്പെല്ലാം ഒഴിച്ചു കൊടുക്കാം. കോവിലകം പുളിശ്ശേരി എന്ന് പറയുമ്പോൾ തീരെ അങ്ങ് വെള്ളം പോലെ ആവത്തില്ല, ഒരു കുറുകിയ ടൈപ്പാണ്. അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉപ്പിട്ടതിന് ശേഷം ഉണ്ടല്ലോ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം നമ്മുടെ പുളിശ്ശേരി തിളച്ച് പൊങ്ങാൻ പാടില്ല. നമ്മൾ തൈരും തേങ്ങയൊക്കെ ഒരുമിച്ചല്ല അരച്ചേക്കുന്നത്. അപ്പോൾ ഒരുപാട് തിളച്ചാൽ പിരിഞ്ഞു പോവും. അങ്ങനെ നമ്മുടെ പുളിശ്ശേരി ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് താളിപ്പിന് വേണ്ടിയിട്ട് പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നോർമലി താളിപ്പ് പോലെ വെളിച്ചെണ്ണ ഒഴിക്കരുത്, നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഉരുകി വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് കടുക് അതിലേക്ക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ കടുകൊക്കെ പൊട്ടി വരുമ്പോഴത്തേക്ക് ഇനി ഒരു ചെറിയ സ്പൂണിൽ ഉലുവയും കൂടെ ഇട്ട് അതുകൂടെ ഒന്ന് നന്നായിട്ട് പൊട്ടിച്ചെടുപ്പിക്കാം. ഇനി നമുക്ക് ഈ താളിപ്പിലേക്ക് ഉണ്ടല്ലോ ഉണക്കമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ, തണുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ താളിപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നെയ്യിൽ തന്നെ താളിച്ചത് കൊണ്ട് തന്നെ നമ്മളിതിലേക്ക് ഒഴിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതുപോലെ ഒന്ന് ഇട്ട് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ വൈറലായിട്ടുള്ള കോവിലകം മാമ്പഴ പുളിശ്ശേരി എളുപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാധാരണ മാമ്പഴ പുളിശ്ശേരിയേക്കാൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പുളിശ്ശേരി. നല്ല മധുരവും പുളിയും എരിവും എല്ലാം കൂടെ ഉണ്ട്. അപ്പം നമ്മളിതാ ചൂട് ചോറിൻ്റെ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ എടുക്കുകയാണ് കേട്ടോ. ഇത്തിരി മാങ്ങാച്ചാറും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.